ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. സോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഒരു പ്രോഡക്റ്റ് റിവ്യൂ ആണ്. പ്രോഡക്റ്റ് നിങ്ങൾ ഓൾറെഡി തംബ്നെയിൽ കണ്ടു കാണും. ഒരു സ്ട്രെയിറ്റ്നറിൻ്റെ റിവ്യൂ ആണ് ഞാൻ ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ റിവ്യൂ ചെയ്യാൻ പോകുന്ന നമ്മുടെ സ്ട്രെയിറ്റ്നർ ഫിലിപ്സിൻ്റെ ആണ്. ഫിലിപ്സിൻ്റെ കെരാഷൻ റേഞ്ച് വരുന്നൊരു സ്ട്രെയിറ്റ്നറാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ്, പ്രോഡക്റ്റ് ലിങ്ക് എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ടാവും. പിന്നെ ഞാൻ പ്രോഡക്റ്റിൻ്റെ ഡീറ്റെയിൽസ് ഇവിടെ കാണാം. ഓക്കെ, ഇതൊരു അടിപൊളി സാധനം ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കാണിക്കുന്നത്. ഞാനിത് സ്ട്രെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്ന ഡിഫറൻസ്. ഇത് അധികം ഹീറ്റ് കൊടുക്കുന്നില്ല. ലൈക്ക് ഒരു സ്ട്രാൻഡ് നമ്മൾ എടുത്തിട്ട് അതിൽ ഒറ്റ തവണ സ്ട്രെയിറ്റ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് അതിൻ്റെ റിസൾട്ട് പക്കയായിട്ട് കിട്ടും. സോ നമുക്ക് ഒരേ സ്ട്രാൻഡിൽ തന്നെ പലതവണ ഹീറ്റ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. ഇത് ഭയങ്കര അടിപൊളിയാണെന്ന് ഞാൻ പറയും. ഞാൻ കാണിച്ചു തരാം. എൻ്റെ ഹെയറിൽ അങ്ങനെയും ഇങ്ങനെയും ഒന്നും ഈ സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റാത്തൊരു ടൈപ്പ് ഹെയർ ആണ്. കാരണം ഒരുപാട് സമയം എടുക്കും. എൻ്റെ ഭയങ്കര ചുണ്ടുമുടിയാണ്, നിങ്ങൾക്ക് ഇപ്പോൾ കണ്ടാൽ തന്നെ മനസ്സിലാവും. ഇത് ഒരുമാതിരി ചുണ്ടുമുടിയാണ്. പെട്ടെന്ന് ചെയ്തെടുക്കാനും പറ്റും. ലൈക്ക് ഈസി ആയിട്ട് എനിക്ക് ചെയ്യാൻ പറ്റുന്നുണ്ട്. 3 വർഷം മുന്നേ വാങ്ങിയ സാധനമായതുകൊണ്ട് ഇത് കാണാൻ ഭയങ്കര പഴയതായിട്ടുണ്ട്, ബട്ട് പെർഫോമൻസ് അടിപൊളിയാണ്. അപ്പോൾ അത് എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇത്രയും വലിപ്പമുള്ളൊരു സാധനം, നല്ല വെയിറ്റ് ഉണ്ട് കേട്ടോ ഇതിന്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സ് പറയുകയാണെങ്കിൽ ലൈക്ക് ഇവിടെ ആയിട്ടൊരു ലോക്ക് വരുന്നുണ്ട്, കണ്ടില്ലേ. ഇതിപ്പോൾ നമുക്ക് ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഞാൻ ഇത് ഓപ്പൺ ആക്കുമ്പോൾ ലോക്ക് ഓപ്പൺ ആയിരിക്കുക. ആവശ്യമില്ലാത്ത സമയത്ത് നമുക്കിത് ലോക്ക് ചെയ്ത് വെക്കാൻ സാധിക്കും. അത് നല്ലൊരു അഡ്വാൻറ്റേജ് ആയിട്ട് ഞാൻ കാണുന്നുണ്ട്. പിന്നെ ഇവിടെ ഹീറ്റിൻ്റെ കുറച്ച് അഡ്ജസ്റ്റ്മെൻറ്റ്സ് വരുന്നുണ്ട്. ലൈക്ക് ഇങ്ങനെയാണ് ഇതിൻ്റെ ഹീറ്റിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് വരുന്നത്. ഇതാണ് പവർ ബട്ടൺ. ഇതിൽ ലോങ് പ്രസ് ചെയ്ത് കഴിയുമ്പോൾ ഓൺ ആക്കാനും ഓഫ് ആക്കാനും നമുക്ക് പറ്റും. ഇത് ഹീറ്റ് കൂട്ടാനും കുറയ്ക്കാനും വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ബട്ടണാണ്. ഇവിടെ ഹീറ്റിൻ്റെ റേഞ്ച് ഉണ്ടല്ലേ, 160 തൊട്ട് 230 വരെ ഉണ്ട്. 230 ഒക്കെ ഭയങ്കര ഹീറ്റാണ്. അത് പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ആയി കിട്ടും. ബട്ട് അത്രയും നമ്മൾ ഹീറ്റ് യൂസ് ചെയ്യുന്നത് നമ്മുടെ മുടിക്ക് ഭയങ്കര ഡാമേജ് ആയിരിക്കും. സോ മിക്കവാറും 180 ആണ് യൂസ് ചെയ്യാറുള്ളത്, കൂടിപ്പോയാൽ 200. ഇതാണ് നമ്മുടെ പ്രോഡക്റ്റ്. ഞാൻ അന്ന് വാങ്ങിയത് ആമസോണിൽ നിന്നായിരുന്നു, ബട്ട് ഇപ്പോൾ ഇത് ആമസോണിൽ അവൈലബിൾ ആയിട്ട് കാണുന്നില്ല. ഇതാണ് ഫിലിപ്സ് അഡ്വാൻസ്ഡ് കെരാഷൻ സ്ട്രെയിറ്റ്നർ. പിന്നെ അതിൻ്റെ സ്പെസിഫിക്കേഷൻസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. പറയുന്നുണ്ട് ഇത് സെറാമിക് പ്ലേറ്റ്സ് ആണ്, സ്മൂത്ത് ആയിട്ട് സ്ട്രെയിറ്റ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മുടെ ഹെയർ ഗ്ലൈഡ് ചെയ്ത് ഇറങ്ങി വരും. സോ നമുക്ക് ലെസ് ടൈം കൊണ്ട് നന്നായിട്ട് പെട്ടെന്ന് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഇതിന് 10 mm ലോങ് പ്ലേറ്റ്സ് ആയതുകൊണ്ട് ഇതിൻ്റെ ഹീറ്റ് ഡിസ്ട്രിബ്യൂഷൻ ഈവൻ ആയിരിക്കും. സോ നമ്മുടെ ഹീറ്റ് ഡാമേജ് മിനിമൈസ് ചെയ്യും. ഇതാണ് ഇതിൻ്റെ കെരാറ്റിൻ സെറാമിക് കോട്ടിങ് ഉള്ളതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, എഫേർട്ട്ലെസ് ആയിട്ട് ഗ്ലൈഡ് ചെയ്യും നമ്മുടെ ഹെയർ. സോ പെട്ടെന്ന് തന്നെ നമുക്ക് സ്ട്രെയിറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ മെയിനായിട്ടുള്ള ഫീച്ചേഴ്സ്. ഇത് കണ്ടു, ഇതിപ്പോൾ ആമസോണിൽ ഇത് അവൈലബിൾ അല്ല, ഫ്ലിപ്കാർട്ടിൽ അവൈലബിൾ ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നത് അറൗണ്ട് 4000 ആണ്. ബട്ട് ഇപ്പോൾ ഇതിന് ഓഫറുണ്ട്, 3799 ആണ്. അടിപൊളി സാധനമാണ്. ഞാൻ പറഞ്ഞില്ല, ഞാൻ 3 years ആയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇതുവരെയായിട്ട് ഒരു കംപ്ലൈൻറ്റും ഒരു സംഭവം ഉണ്ടായിട്ടില്ല. നമ്മൾ വാങ്ങിയതുപോലെ തന്നെ ഇരിപ്പുണ്ട്. പിന്നെ ഇതിൻ്റെ ഒരു ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറയേണ്ടത്, ഞാൻ പിങ്ക് കളറാണല്ലോ ചൂസ് ചെയ്തത്, അതുകൊണ്ട് പെട്ടെന്ന് അതിൻ്റെ ഈ പോർഷൻ ഭയങ്കരമായിട്ട് ഡള്ളാവാറുണ്ട്. സോ അപ്പോൾ ഞാൻ നിങ്ങൾക്ക് സ്ട്രെയിറ്റ് ചെയ്ത് കാണിച്ചു തരാം. മുടി നല്ല അലങ്കോലമായിട്ടാണ് ഇരിക്കുന്നത്, നല്ല ഭയങ്കരമായിട്ട് കേളായിട്ടാണ്. അപ്പോൾ നമ്മളെപ്പോൾ മുടി സ്ട്രെയിറ്റ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു ഹീറ്റ് പ്രൊട്ടക്റ്റൻറ്റ് സ്പ്രേ യൂസ് ചെയ്യണം, അത് മസ്റ്റാണ്. ഇതെനിക്ക് എൻ്റെ ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്തതാണ്. കെരാബോൺ മിസ്റ്റ് ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. നമുക്ക് ആദ്യം മുടി നന്നായിട്ട് ഡീറ്റാങ്കിൾ ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ലൈക്ക് ഈ കൈൻഡ് ഓഫ് കോമ്പാണ് എടുക്കുന്നത്. താഴേന്ന് മേളിലേക്ക് വേണം ചെയ്യാൻ. സോ അപ്പം മുടി പൊട്ടുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, അപ്പം ഞാൻ മുടിയൊക്കെ ഡീറ്റാങ്കിൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നിട്ടും എൻ്റെ മുടി ഇരിക്കുന്നത് ഇങ്ങനെയാണ്. ഹീറ്റ് പ്രൊട്ടക്റ്റൻ്റ് ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊന്ന് ചൂടാവണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് നേരം വെക്കണം. ഒരു 2 minutes വെച്ചാൽ മതിയായിരിക്കും. ഞാനിപ്പോൾ 200 ആക്കിയിട്ടുണ്ട്, നമുക്കൊന്ന് ബെറ്റർ റിസൾട്ട് കിട്ടാൻ വേണ്ടി. ഇപ്പോൾ കണ്ടോ, ഈ ബ്ലിങ്കിങ് നിൽക്കുന്ന സമയത്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ചൂടായിട്ടുണ്ടാവും. നോക്കാം, ഒറ്റ സ്ട്രെച്ചിൽ ഇത് എത്രയും സ്ട്രെയിറ്റ് ആയിട്ടുണ്ട്. ഈ സൈഡും തമ്മിൽ നിങ്ങൾക്ക് കമ്പയർ ചെയ്ത് നോക്കുമ്പോൾ തന്നെ അറിയാം, ലെങ്തിന് തന്നെ ഡിഫറൻസ് ഉണ്ടല്ലോ.
മുടിയിൽ ഒട്ടും തന്നെ ഹീറ്റ് ആയിട്ടില്ല. എനിക്ക് ഭയങ്കര തണുത്തിട്ട് തന്നെയാണ് ഇപ്പോഴും ഇരിക്കുന്നത്. മുടി ഒട്ടും തന്നെ ഹീറ്റ് ആയിട്ടില്ല. ഒരു പ്രാവശ്യം കൂടെ സെക്കൻഡ് ടൈം കൂടെ ഒന്ന് ചെയ്ത് നോക്കാം. നിങ്ങൾ ചെയ്യുമ്പോൾ ഭയങ്കര പെതുക്കെ വേണം ചെയ്യാനായിട്ട്. പെതുക്കെ ഇങ്ങനെ താഴേക്ക് ഇങ്ങനെ കൊണ്ടുവരികയാണ് ചെയ്യേണ്ടത്. അപ്പം ബെറ്റർ റിസൾട്ട് കിട്ടും. എത്ര പെതുക്കെ നിങ്ങൾ കൊണ്ടുവരുന്നോ അത്രയും ബെറ്റർ റിസൾട്ട് കിട്ടും. ഇപ്പോൾ ഇതിൽ കൂടെ പുക പോകുന്നത് നമുക്ക് കാണാൻ പറ്റും. പക്ഷേ മുടിയിൽ തൊട്ട് നോക്കിയാൽ അധികം ഹീറ്റില്ല. ലൈക്ക് ഭയങ്കര സ്മൂത്താണ് കേട്ടോ, ഭയങ്കര സ്മൂത്താണ്. ഇതിൽ കെരാഷൈൻ ഉള്ളത് കൊണ്ട് തന്നെ ഭയങ്കര സ്മൂത്തായിട്ട് തന്നെ ഇരിക്കുന്നത്. ഞാൻ മുഴുവൻ ചെയ്തിട്ട് വരാം. ഓക്കെ, ഫൈനലി ഞാൻ ഫുള്ള് സ്ട്രെയിറ്റ് ചെയ്ത് കഴിഞ്ഞിരിക്കുകയാണ്. ഇതാണ് ഞാൻ പറഞ്ഞ സ്ട്രെയിറ്റ്നർ അടിപൊളിയാണ്. അപ്പോൾ നെക്സ്റ്റ് ഡേ ഇതുപോലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.